ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. സോ ഓൾമോസ്റ്റ് എല്ലാ പിക്കും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. വേദാന്തയിൽ 507 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ, 5 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് പറഞ്ഞത്. സോ ഇന്ന് വേദാന്ത ഹൈ പോയത് അറൌണ്ട് 517 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 507 to 512 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് പറഞ്ഞത്. ഐ എഫ് എല്ലും ഒരു സ്ട്രോങ് മൊമെന്റം ആയിരുന്നു. IFL 560 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ. സോ 560 ലെവൽ ബ്രേക്ക് ചെയ്ത് ഹൈ പോയത് 577 വരെയാണ്. ഹിൻഡാൽക്കോയിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തു. 793 ബ്രേക്ക് ചെയ്താൽ 800 വരെയായിരുന്നു ടാർഗറ്റ്. 7 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു ഹിൻഡാൽക്കോയിൽ. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 950 ബ്രേക്ക്ഔട്ട് ലെവലായിരുന്നു. സോ 959 പോയിന്റ്സിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്രോഗ്രാം ആയിരിക്കും ഇത്. ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. ഫ്രീ പ്രീമിയം ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ബിഗിനർ ആയിട്ടുള്ള ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. എനിവൺ ഹു വാണ്ട്സ് ടു ബിക്കം എക്സ്പേർട്ട് ഇൻ പ്രൈസ് ആക്ഷൻ. സോ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, ടോപ്പിക്സ് കവർ ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രൈസ് ആക്ഷൻ ആയിരിക്കും. ട്രൈഡ് വിത്തൗട്ട് എനി ഇൻഡിക്കേറ്റർ, മാർക്കറ്റ് സൈക്കോളജി, ട്രേഡേഴ്സ് മൈൻഡ് സെറ്റ് കവർ ചെയ്യുന്നുണ്ട്. 52 വീക്ക് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജീസ്, ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അഡ്വാൻസ് സ്റ്റഡി, RSI, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി, മണി മാനേജ്മെന്റ്, പൊസിഷൻ സൈസിങ്. ക്ലാസിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടാവും. ഗോദ്രേജ് സി പിയിലും ഇനിഷ്യൽ 15 മിനിറ്റ്സ് ക്യാൻഡിൽ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തു. 1150 ലെവൽ ബ്രേക്ക് ചെയ്തു. ടാർഗറ്റ് 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഗോദ്രേജ് സി പിയിൽ. ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കാം. എല്ലാം പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് സെക്ടർ വൈസ്. സോ ലീഡിംഗ് സെക്ടർ മെറ്റൽസ്, കൺസ്യൂമറബിൾ, ഡ്യൂറബിൾസ് ആൻഡ് എനർജി. സോ ഈ 3 സെക്ടറാണ് മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ ഇൻഡെക്സ് എല്ലാം പോസിറ്റീവ് ആണ്. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാം തന്നെ ഇന്ന് ഗ്രീൻ ക്ലോസിംഗ് ആണ്. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓവർവ്യൂ നോക്കാം. പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. കമ്പനി വിത്ത് കറന്റ് TTM PE റേഷ്യോ ലെസ് ദാൻ, PE റേഷ്യോ ലോ PE റേഷ്യോ ആണ്. സോ കമ്പയറിംഗ് 3-year, 5-year ആൻഡ് 10-year PE. സോ ആസ് പെർ PE റേഷ്യോ ആൻഡ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒരു ബൈ സോണിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്ക് അണ്ടർ റഡാർ ആണ്. പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി വിത്ത് ഹൈ ROC ആൻഡ് ലോ PE. അണ്ടർ വാല്യൂഡ് ഗ്രോത്ത് സ്റ്റോക്ക്. ജിം സ്ലേറ്ററിന്റെ സുലു പ്രിൻസിപ്പിൾ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. മൊമെന്റം സ്ട്രോങ് ആണ്. പ്രൈസ് അബോവ് ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്. കൺസിസ്റ്റന്റ് ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്കും കൂടിയാണിത്. പെഗ് റേഷ്യോ ലോ ആണ്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം 1 വീക്ക് ആൻഡ് 1 മന്ത്. ROC, ROE ആൻഡ് ROA രണ്ടും ഇംപ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് 2 ഇയർ. ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇംപ്രൂവ് ആവുന്നുണ്ട്. നെഗറ്റീവ് ടു പോസിറ്റീവ് ഗ്രോത്ത് സെയിൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്. സ്റ്റോക്കിന്റെ DVM സ്കോർ നോക്കാം. DVM സ്കോറിൽ എല്ലാം തന്നെ പോസിറ്റീവ് സ്കോറാണ്. സോ മൊമെന്റം റീസെന്റ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. മൊമെന്റം അബോവ് ആവറേജ് ആണ്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ ഒരു അഫോർഡബിൾ വാല്യുവേഷനിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിന്റെ പേര് ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കമ്പനി ലിമിറ്റഡ്. ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കൺസ്ട്രക്ഷൻ, സിമെന്റ് ആൻഡ് പൈപ്പ് മാനുഫാക്ചറിംഗ് ആണ് ഇവരുടെ മെയിൻലി. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 395 ആണ്. ഇന്ന് ഹൈ വോളിയം ആയിരുന്നു ഇന്ത്യൻ ഹ്യൂം പൈപ്സിൽ. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം. ഇന്ത്യൻ ഹ്യൂം പൈപ്സ്. സോ ആസ് ഓഫ് നൗ നല്ലൊരു ഫോളിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന റിവേഴ്സൽ സ്ട്രക്ചറാണ്. അത്യാവശ്യം ഹൈ വോളിയം ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ് ഇന്ത്യൻ ഹ്യൂം. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 395. കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. 2 ടാർഗറ്റ് പ്രതീക്ഷിക്കാം. 416, 434 ആയിരിക്കും ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ടാർഗറ്റ്. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 374. സോ 374 താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലായിരിക്കും നമ്മുടെ SL ട്രിഗർ ആവുകയുള്ളൂ. സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കമ്പനി ലിമിറ്റഡ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. ഇൻട്രാഡേ പിക്സിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് VBL. സോ VBL ഒരു സ്ട്രോങ് ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ആണെന്ന്. 468. സോ റീസെന്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ് ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ 468.2 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി. 4 പോയിന്റ്സ്, 4 പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും ഇതിൽ. ഷോർട്ടിംഗ് ലെവൽ 460 ആണ്. 460 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. 4 പോയിന്റ്സ്, 4 പോയിന്റ് തന്നെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഹിന്ദ് പെട്രോ ആണ് അടുത്ത്. HPCL. സോ ഹിന്ദ് പെട്രോയിൽ
ക്ലിയർലി സ്റ്റോക്ക് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഫോളിംഗ് ആയിരുന്നു. ഇന്ന് ക്ലിയർലി ഒരു റിവേഴ്സൽ സിഗ്നൽ ആണ് ഈ ഒരു സ്റ്റോക്കിലും. സോ 468.2 ബ്രേക്ക്ഔട്ട് ലെവൽ ആയിരിക്കും. 4 പോയിന്റ്സ് 4 പോയിന്റ് ടാർഗറ്റ് ആണ്. 463 ആയിരിക്കും ഇതിന്റെ സെല്ലിംഗ് ലെവൽ. 463 ബ്രേക്ക് ആയാൽ 459 വരെ ആയിരിക്കും ടാർഗറ്റ്. ഹിന്ദ് പെട്രോൾ. കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ 500.2 ആണ്. 500.2 ബ്രേക്ക് ചെയ്താൽ ബൈങ് എൻട്രി 5 പോയിന്റ്സ് 5.505 വരെ ആയിരിക്കും ടാർഗറ്റ്. 494 ആയിരിക്കും ഇതിൽ ഷോർട്ടിംഗ് ലെവൽ. 494 ബ്രേക്ക് ചെയ്ത ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 489 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ടാറ്റ ടെക് ആണ് അടുത്ത്. ടാറ്റ ടെക്നോളജി. സോ ടാറ്റ ടെക്കിൽ 687.2 ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ. 687.2 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി 6 പോയിന്റ്സ് 6 പോയിന്റ് ടാർഗറ്റ്. 679 ആണ് ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ. 679 ബ്രേക്ക് ചെയ്ത ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 6 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് ടാറ്റ ടെക്കില്. ടീറ്റാഗഡ് റെയിൽ സിസ്റ്റം. ടീറ്റാഗഡിൽ 851.3 ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ. 8 പോയിന്റ്സ് 8 പോയിന്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ 842 ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. 8 പോയിന്റ് തന്നെ ടാർഗറ്റ് ആണ് ടീറ്റാഗഡ് റെയിൽ സിസ്റ്റം. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.